MK ഹരിദാസ് അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും ഞായറാഴ്ച പൊതുയോഗം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം നിലമ്പൂരിൽ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് പറയുന്നത്. MLA സ്ഥാനം രാജിവെക്കില്ല എന്നാണ് പറയുന്നത്. കാരണം തന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ കൊടുത്ത ഒരു പദവിയാണ്, അതുകൊണ്ട് തൽക്കാലം രാജിവെക്കില്ല എന്ന് പറയുന്നു. പക്ഷേ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിക്കുമെന്ന് പറയുന്നു. ഹൈക്കോടതിയെ സമീപിക്കും. കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയം എന്ന് CPM സഹയാത്രികനായ MLA പലകുറി ആവർത്തിക്കുന്നു. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞിരുന്നു. നോക്കൂ, മാത്രമല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി ഒരു നിമിഷം പോലും അവിടെ തുടരരുത് എന്ന് പറയുകയാണ്. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഈ വൃത്തികേടുകളെല്ലാം നടക്കുന്നത് എന്ന് അൻവർ പറയുന്നു. മാത്രമല്ല, അൻവറിൻ്റെ ഏറ്റവും വലിയ പരാതി മുഖ്യമന്ത്രി ചതിച്ചു എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ മുഖ്യമന്ത്രി ചില ഉറപ്പുകളൊക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുന്നു. മലപ്പുറം SP ആയിരുന്ന സുജിദാസിനെ മാറ്റുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. പക്ഷേ പിന്നീട് ഈ അജിത് കുമാർ, ADGP MR അജിത് കുമാർ, അൻവർ ടാർഗറ്റ് ചെയ്യുന്ന അജിത് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. DGP മേൽനോട്ടം വഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും സമാന്തരമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനം അജിത് കുമാർ അത് മുന്നോട്ട് നയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള പരാതി ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, പാർട്ടി തന്നെ വിലക്കിയാണ് അൻവറെ. മുഖ്യമന്ത്രി നേരത്തെ വിലക്കി, പത്രസമ്മേളനം നടത്തരുത്, ഇത് പൊതുസമൂഹം പറയേണ്ടതല്ല. അദ്ദേഹം അങ്ങനെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അൻവർ, നേരത്തെ നമ്മുടെ ശ്രീ പത്മനാഭൻ വക്കീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു സംശയം കൂടി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതാണ് എനിക്ക് തോന്നുന്നു അൻവറിനെ കൂടുതൽ മുറിവേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു, ചതിച്ചു, മാത്രമല്ല തന്നെ അപമാനിച്ചു, അധിക്ഷേപിച്ചു എന്നുള്ളത്. എന്തായാലും ഒരു നിയമ പോരാട്ടത്തിന് തുടക്കം കുറിക്കും എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ അൻവർ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അൻവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് വിദേശത്ത് ചില വ്യവസായങ്ങൾ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിലും ഇതെല്ലാം വിളിച്ചു പറയാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റം, അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? എനിക്കിതിൽ രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ശ്രീ ബലദേവ് ഈ ചർച്ചയിൽ വന്നുപെട്ടത് എനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ലാസ്റ്റ് 5 ദിവസം മുമ്പ് ശ്രീ അനിൽ നമ്പ്യാരും ഞാനും ബലദേവൊക്കെ കൂടിയിട്ട്, ബലദേവ് സാറൊക്കെ കൂടി പങ്കെടുത്ത ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, ഹരിദാസേ ഇനി അൻവറിന് ഒന്നും പറയാനില്ല, അൻവർ ഇനി ഒരു പത്രസമ്മേളനം നടത്തില്ല, അൻവറിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞത്, ശ്രീ ബലദേവ് സാർ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഞാൻ പറഞ്ഞു അൻവർ ഇനിയും വരും, അൻവർ ഇനി പറയാനുള്ളതിന്റെ പകുതി അൻവർ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോഴും ഇന്നും പറഞ്ഞിരിക്കുന്നത് അതിന്റെ കാൽഭാഗമാണ്. ഇനിയാണ് അൻവറിനെ ഭയപ്പെടേണ്ടത്. കാരണം അൻവറിനെ CPM എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ചിട്ട് ഒരു ചുക്കും അറിയില്ല ശ്രീ അനിൽ നമ്പ്യാർ. കാരണം കാലോചിതമായിട്ട് പാർട്ടിക്ക് എതിരാവുകയും പാർട്ടി നേതാക്കൾക്ക് എതിരാവുകയും പാർട്ടി നേതാക്കളുടെ ചെയ്തികളെ വിമർശിക്കുകയും ചെയ്തവരെ കക്കില കൂട്ടാതെ പുറത്തേക്കിടാൻ വേണ്ടിയിട്ട് ഒറ്റ കൈയായി നിൽക്കുന്നവരാണ് ഈ CPMകാർ എന്നുള്ളത്. അപ്പൊ നാളെ പിണറായി വിജയനും ഈ അനുഭവം ഒരുപക്ഷെ വരുമായിരിക്കാം. പക്ഷെ പിണറായി വിജയൻ വരില്ല. കാരണം അദ്ദേഹം ഏകാധിപതിയെ പോലെ ഇപ്പോ പാർട്ടിയുടെ എല്ലാം എന്ന വ്യക്തിത്വം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് വരില്ല. ബാക്കി ആരും CPM എന്ന് പറയുന്ന പാർട്ടിയിൽ സുരക്ഷിതരല്ല. അവിടെയാണ് ഈ പാർട്ടിയെ കുറിച്ചിട്ട് അൻവറിന് ഒരു ചുക്കും അറിയില്ല. ഭരതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, MV രാഘവന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, KR ഗൗരി അമ്മയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒക്കെ ഉള്ള ഉദാഹരണങ്ങളൊക്കെ ഈ മനുഷ്യന് മനസ്സിലാക്കണമായിരുന്നു. ഇത്തരം ഒരു പടപ്പുറപ്പാടിനെ, ഒരു കൊട്ടാര വിപ്ലവത്തിനെ ഇറങ്ങി പുറപ്പെടുമ്പോ, ഞാൻ ഇതിനു മുമ്പ് നടന്ന ചർച്ചയിലും ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞു, ഇതൊരു പങ്ക് കച്ചവടത്തിന്റെ എന്തോ ഒരു ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പിരിഞ്ഞിട്ടുള്ളതിന്റെ ഒരു, നമ്മൾ പറയില്ലേ, ഒരു മോഹഭംഗത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. ഈ കേരളം ഈ ദുർഭരണത്തിന്റെ കീഴിൽ ഏകദേശം 9 വർഷമാകാൻ 8.5 വർഷം കഴിഞ്ഞ് ഈ ദുർഭരണത്തിന്റെ കീഴിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും ഈ അൻവർ ഇത്രയും ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊട്ടിത്തെറിയിൽ പ്രശ്നമല്ല. അദ്ദേഹം ഊന്നി സംസാരിക്കുന്ന ഒരേ ഒരു വിഷയം സ്വർണ്ണ കള്ളക്കടത്തും സ്വർണത്തിന്റെ പിടുത്തവും സ്വർണം പൊട്ടിക്കലും എയർപോർട്ടിൽ നിന്ന് പുറത്തു കിടക്കുന്ന സ്വർണം പോലീസുകാർ പിടിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, പിന്നെ ശ്രീ പത്മനാഭൻ പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു മരമുറി കേസ്, അതൊന്നും അല്ല പ്രശ്നം. അദ്ദേഹം ആപാത ചൂടം ഒരു തട്ടാന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനമൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് ബോറടിക്കുന്ന
പറയുന്ന കാരണം കൊണ്ട് ഞാൻ പിന്നീട് ക്യാപ്ഷൻസ് ആയിട്ട് വരുന്ന പിന്നെ അപ്ഡേറ്റുകൾ മാത്രമേ നോക്കാറുള്ളൂ. അപ്പൊ ഒരു തട്ടാൻ്റെതായി തുണിയിൽ തേച്ചു കൊണ്ടുവന്നു. ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 8 മാസത്തോളം ഈ മുഖ്യമന്ത്രി ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനനത്തിന് വേണ്ടി പറഞ്ഞയച്ച ഒരു കാര്യം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ കാര്യത്തിലുള്ള ഒരു പങ്ക് കച്ചവടം, അല്ലെങ്കിൽ അതുമായിട്ട് പി ശശി വഴി ADGP അജിത് കുമാർ വഴി മുഖ്യമന്ത്രിയുമായി ഉറപ്പിച്ച ഒരു പങ്ക് കച്ചവടത്തിന്റെ കാര്യത്തിലുള്ള ഒരു തെറ്റിപ്പിരിയൽ ഇവർക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ധാരണക്കുറവ് ആർക്കോ പാളിയിട്ടുണ്ട്. ആ ധാരണക്കുറവിന്റെ പേരിൽ അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാണ്ട് കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ ദുരിതങ്ങൾ ആലോചിച്ചിട്ടോ ഈ ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടോ അല്ല അൻവർ എന്ന് പറയുന്ന സ്വതന്ത്ര MLA, ഇടത് MLA ഈ കാണിച്ചു കൂട്ടുന്ന പരാക്രമം. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞു, അതായത് സഖാക്കന്മാർക്ക്, പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ ന്യൂനപക്ഷത്തിനും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോലും നീതി കിട്ടുന്നില്ല. ഈ പിന്നെ CPM പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുക്കുന്നു പോലീസ്. അതുകൊണ്ട് സഖാക്കളെ എന്ന് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പലവട്ടം അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. 45 വർഷം മുമ്പ് മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറാൻ വേണ്ടി എൻ്റെ നാട്ടിലെത്തിയ ഒരു വ്യക്തി ഒരു വെസ്പ സ്കൂട്ടർ കൊണ്ടുവന്നു. ആ ലോറിയിലെ സാധനങ്ങൾ ഇറക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭയങ്കര തർക്കത്തിൽ എനിക്കും ഇടപെടേണ്ടി വന്നു. അപ്പൊ അന്ന് അതിലെ ഈ വെസ്പ സ്കൂട്ടറിന്റെ ഉടമസ്ഥനെ ഇവർ വിശേഷിപ്പിച്ചത് ബൂർഷ്വ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഞാൻ ഈ CITUവിന്റെ ഒരു നേതാവിനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ? ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞു തന്നിരിക്കുന്നത് വെസ്പ സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവൻ ബൂർഷ്വയാണ് എന്ന് പഠിപ്പിച്ച പാർട്ടി ഈ അൻവറിനെ പോലെ, കാരാട്ട് റസാക്കിനെ പോലെയുള്ള കുത്തക മുതലാളിമാരെയും ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് രാജാക്കന്മാരെയും ഒക്കെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം കൂടി അങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മൾ വിലയിരുത്തണം. ശ്രീ അനിൽ നമ്പ്യാർ, എങ്ങനെയാണ് പാർട്ടിക്കുള്ളിൽ എങ്ങനെയാണ് ഇത്തരക്കാർ കടന്നുകൂടിയിരിക്കുന്നത്? കാരണം മറ്റുള്ളവരെല്ലാം ബൂർഷ്വ, ഞങ്ങൾ മാത്രം ബൂർഷ്വ അല്ല എന്ന് നടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലേക്ക് ഇത്തരം അൻവർമാരെ കടത്തിവിട്ടിട്ട് ഇപ്പോ വേലിയമ്പിലിരുന്ന പാമ്പിനെ എടുത്തിട്ട് മർമ്മസ്ഥാനത്ത് വെച്ചവരുടെ ഗതികേടിലായില്ലേ പിണറായി വിജയൻ? അദ്ദേഹം ഉദയസൂര്യനല്ല, അദ്ദേഹത്തിന്റെ ഗ്രാഫ് നേരെ താഴത്തേക്ക് പോയി എന്നൊക്കെ ഒരു അൻവറിനെ MLA ആക്കി, വിശ്വാസം കൊണ്ട് MP ആക്കി പൊന്നാനിയിൽ മത്സരിപ്പിച്ചു, വീണ്ടും MLA ആക്കി കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയെയും ആ പാർട്ടിയുടെ ഈ അൻവറിന് വേണ്ടി സകല കരുക്കൾ നീക്കിയ മുഖ്യമന്ത്രിയെയും തള്ളിപ്പറയുക മാത്രമല്ല, തന്റെ പിതാവിന് തുല്യമായ വ്യക്തിക്ക് ഇനിയൊരു പിതൃതർപ്പണം നടത്തുക മാത്രമേ അൻവർ ചെയ്യാനുള്ളൂ എന്ന നിലയിലാണ് ഇന്നത്തെ പത്രസമ്മേളനം. തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് ചോദിച്ച ചോദ്യത്തിനും ഈ പത്രസമ്മേളനം നടത്താനുണ്ടായ അൻവറിന്റെ ധൈര്യത്തിനെയും അങ്ങേയറ്റം അഭിനന്ദിക്കുമ്പോൾ തന്നെ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിനപ്പുറം ഇതിന് സാമൂഹ്യ സേവനമോ പൂതലിച്ച ഒരു ദുഷിച്ച ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളിയായോ നമ്മൾ കണ്ടുകൊണ്ട് ഇത്തരം ഒരു ചർച്ചയിൽ നമ്മൾ സംവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വിഡ്ഢിത്തമായിട്ട് വേണം കണക്കാക്കാൻ. ഈ മനുഷ്യനെ എന്തോ പാർട്ടിയിലൂടെ അത് ഇപ്പൊ ലാസ്റ്റ് മുഖ്യമന്ത്രി 5 മിനിറ്റ് എന്നും അരമണിക്കൂർ എന്ന് അൻവറും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൂടിക്കാഴ്ച സെക്രട്ടേറിയറ്റിൽ നടന്നുവല്ലോ. അതിൽ മുഖ്യമന്ത്രി എന്തൊക്കെയോ ഇദ്ദേഹത്തോട് നമ്മൾ പറയില്ലേ, പറയാതെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തമ്മിലുള്ള ഇത് കറക്റ്റ് താങ്കൾ ആ വാക്കിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഈ കൊട്ടാര വിപ്ലവത്തിലെ സെറ്റിൽമെന്റ് ഷോക്കിൽ നിന്നും അൻവർ ഉറഞ്ഞു തുള്ളുന്നതാണ് ഈ കാണുന്നത്. ശ്രീ ബലദേവ് സംസാരിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇനിയുള്ള അൻവർ വിളിച്ചു പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്വപ്ന വിളിച്ചു പറഞ്ഞതിന്റെ ബാക്കിയാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കാരണം സ്വപ്ന പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിട്ടില്ല, സ്വപ്ന പറഞ്ഞതിനെ ബിരിയാണി ചെമ്പിനെ വിശ്വസിച്ചില്ല, ഖുറാൻ കഥകൾ വിശ്വസിച്ചില്ല. പക്ഷെ ഇന്ന് അൻവർ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നിടത്ത് നിന്നും അൻവർ തുടർന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഈ 8.5 വർഷത്തെ ഭരണം ഇത്രയും ദുഷിച്ചു നാറിയതാണെന്നും ആ ഭരണത്തിന്റെ മറവിൽ നടന്ന വലിയ കൊള്ളകളെ കുറിച്ചുമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം വിഡ്ഢികളായിരുന്നു എന്ന് വരുത്തി തീർക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് ശ്രീ ബലദേവ് ഇനി പുറത്തു വരാൻ പോകുന്നത്. അങ്ങ് ഇതിന് കൃത്യമായിട്ട് കാരണം അങ്ങനോട് പറഞ്ഞതാണ്. ഇനി ഹരിദാസ് ഒന്നും പറയാനില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, പറയാനുള്ളതൊക്കെ ഇനിയും അൻവർ പറയുമെന്ന് ആണ് ശ്രീ അനിൽ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്.